ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒരു 5 ദിവസമായിട്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ കഴിഞ്ഞില്ല, പല കാരണങ്ങൾ കൊണ്ടും. ഇപ്പോൾ കഴിഞ്ഞ 5 ദിവസത്തിനിടയ്ക്ക് വന്ന പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ്. നമ്മൾ മൈൻഡ് ചെയ്തുകൊണ്ടിരുന്ന മീമിഫൈ ലിസ്റ്റിംഗ് ആയി. നിങ്ങളെല്ലാവരും വിഡ്രോ എടുത്ത് എക്സ്ചേഞ്ചിലേക്ക് കൊണ്ടുപോയി ട്രേഡ് ചെയ്തവർ കാണും, ചെയ്യാത്തവർ കാണും. അപ്പോൾ ഞാനിതുവരെ ഇതിൽ വിഡ്രോ എടുത്തിട്ടില്ല എൻ്റെ ഒരു അക്കൗണ്ടിൽ. ഫോണിൻ്റെയൊക്കെ ചെറിയൊരു കംപ്ലയിൻ്റ് ആയതുകൊണ്ട് എനിക്കത് കഴിഞ്ഞില്ല. അപ്പോൾ എങ്ങനെയാണ് ഇത് വിഡ്രോ ചെയ്യേണ്ടതെന്നുള്ള ഫുള്ളായിട്ടുള്ള ഒരു ഡീറ്റെയിലാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ആയിരിക്കും ഒരു മെയിൻ പേജ് കാണുന്നത്. ഇപ്പോൾ ഇതിൽ ആവശ്യമില്ലാത്ത ഇതെല്ലാം കട്ട് ചെയ്ത് കളയുക. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കാണാൻ കഴിയുന്നത് മെയിൻ പേജ് വരും. ഇവിടെ വന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഈ കാണുന്ന എയർ ഡ്രോപ്പ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എയർ ഡ്രോപ്പ് എന്ന് അതിനു മുമ്പ് തന്നെ ഈ വാലറ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. വാലറ്റ് നിങ്ങളുടെ കണക്റ്റഡ് ആണോ എന്ന്. കണക്റ്റഡ് ഏത് വാലറ്റിലേക്കാണ് കണക്റ്റഡ് ആകുന്നതെന്ന് നോക്കുക. അപ്പോൾ ആദ്യം വാലറ്റ് തന്നെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. വാലറ്റിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ആൾറെഡി ഇവിടെ നമ്മുടെ വാലറ്റ് അഡ്രസ്സ് ഇവിടെ കാണാം. ഈ വാലറ്റുമായിട്ടാണ് കണക്റ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഇത് ഏത് വാലറ്റാണെന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഇതിവിടെ ഇങ്ങനെ ഓപ്പൺ വാലറ്റ് എന്ന് പറഞ്ഞ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഞാൻ എൻ്റെ ടെലഗ്രാം വാലറ്റിലേക്കാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ടെലഗ്രാം വാലറ്റ് ഓപ്പണായി വരും. ടെലഗ്രാം വാലറ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ ടെലഗ്രാം വാലറ്റിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഈ സൂയി നെറ്റ്വർക്ക് ആഡ് ചെയ്യുക. ഈ കാണുന്ന സൂയി നെറ്റ്വർക്ക് ആഡ് ചെയ്യുക. ഇതിവിടെ ഞാനിപ്പോൾ ആൾറെഡി സൂയി നെറ്റ്വർക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ മാനേജ് ക്രിപ്റ്റോ എന്ന് പറയുന്ന ഇവിടെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ സെർച്ച് ചെയ്യുക. SUI എന്ന് പറഞ്ഞ് ഇവിടെ സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ കഴിയും. ഇതിപ്പോൾ ആൾറെഡി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യണമെങ്കിൽ ഈ കാണുന്ന ഇവിടെ ഈ പ്ലസ് എന്ന് പറയുന്ന ഈ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇതിൽ മെയിൻ പേജിൽ തന്നെ സൂയി നെറ്റ്വർക്ക് കാണും. ഇവിടെ ഒന്ന് ആദ്യം നിങ്ങൾ ചെക്ക് ചെയ്യുക, നമ്മുടെ കോൺട്രാക്റ്റ് അഡ്രസ്സ് കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. ഈ അഡ്രസ്സും അവിടെയുള്ള അഡ്രസ്സും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇതിലേക്കാണ് നമുക്ക് വിഡ്രോ കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഇവിടെ വിഡ്രോ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ മടങ്ങി മെയിൻ പേജിലേക്ക് പോകാം. മെയിൻ പേജിലേക്ക് പോയി കഴിഞ്ഞ് എയർ ഡ്രോപ്പ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക. എയർ ഡ്രോപ്പ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ വന്നിട്ട് എനിക്കൊരു 982 ടോക്കൺസ് കാണുന്നുണ്ട്. ഒരു 105 ഗ്യാസ് ഫീ ആയിട്ട് പോകും. ബാക്കി ഈ കാണുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇതിലേക്ക് വരും. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒന്നുകൂടി നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സ് മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുക. 847 ടോക്കൺ എനിക്ക് വരും. കൺഫേം എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ക്ലെയിംഡ് ടോക്കൺസ് 847 എന്നിവിടെ കാണാൻ കഴിയും. അപ്പം ഇവിടെ മടങ്ങി നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ ഇവിടെ ടോക്കൺസ് ഒന്നും കാണത്തില്ല. ഇത് വളരെ പെട്ടെന്ന് തന്നെ വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഇവിടെ ടോക്കൺസ് വന്നിട്ടുണ്ട്. എനിക്ക് ഇതിപ്പം മീമിഫൈ ആഡ് ചെയ്യേണ്ടിയൊന്നും വന്നിട്ടില്ല. അല്ലാതെ തന്നെ ടെലഗ്രാം വാലറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ടോക്കൺസ് ഇങ്ങനെ വരും. അതല്ല നിങ്ങൾ OKXൻ്റെ വാലറ്റിലേക്കാണ് നിങ്ങൾ വന്നിട്ട് OKXൻ്റെ ആപ്ലിക്കേഷനിലാണ് കൊണ്ടുപോകുന്നതെങ്കിൽ നിങ്ങൾക്കവിടെ മീമിഫൈ ആഡ് ചെയ്യേണ്ടി വരും. ഈ കാണുന്ന ഈ ടോക്കൺ കോൺട്രാക്റ്റ് അഡ്രസ്സ് നമുക്ക് ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് വലിയൊരു പ്രോഫിറ്റൊന്നുമല്ല. ഇവിടെ വന്നിട്ട് ഞാൻ 0.5 എന്തോ അല്ലെങ്കിൽ ടെലഗ്രാം സ്റ്റാർ എല്ലാം കൊടുത്തിട്ടാണ് വന്നത്. അപ്പോൾ ഒരു $4 പ്രോഫിറ്റ് ഇതേ വന്നിട്ടുള്ളൂ. വലിയ ഇത് എത്ര നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്തോ അത്രയും ഒക്കെ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അല്ല എക്സ്ട്രാ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി നമുക്കിത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് എക്സ്ചേഞ്ചിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, ഈ സൂയി എന്ന് പറയുന്ന ഈ ടോക്കൺ ഗ്യാസ് ഫീ ആയിട്ട് വേണ്ടി വരും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ എക്സ്ചേഞ്ചിലോ എവിടെയാണ് നിങ്ങളുടെ സൂയി ഉള്ളത് അവിടേക്ക് കൊണ്ടുപോവുക. ഇതിപ്പം ഈ അഡ്രസ്സ് ഞാൻ കോപ്പി ചെയ്തെടുക്കുകയാണ്. കോപ്പി ചെയ്തെടുത്തതിന് ശേഷം എൻ്റെ കയ്യിൽ ആൾറെഡി OKXൻ്റെ വാലറ്റിൽ എൻ്റെ കയ്യിൽ സൂയി ഉണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്നെയാണ്. അപ്പോൾ ആ സൂയി നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇവിടെ വന്നിട്ട് എൻ്റെ കയ്യിൽ ഇത്രയും സൂയി ഉണ്ട്. സൂയി ഇവിടെ വന്നിട്ട് സൂയിയിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം സെൻഡ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ കൊണ്ടുവന്നിരിക്കുന്ന അഡ്രസ്സ് എന്ത് ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തതിന് ശേഷം കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്തതിന് ശേഷം എത്രയാണ് മാക്സിമം കൊടുക്കുക. മാക്സിമം ഞാൻ കൊണ്ടുപോവുകയാണ്. ഇവിടെ ഇനി ബാലൻസ് വെച്ചിട്ട് കാര്യമില്ല. മാക്സിമം കൊടുക്കുക. കൊടുത്തു കഴിയുമ്പോൾ എവിടെ നിന്നാണ് എവിടത്തേക്ക് പോകുന്നതെന്ന് കാണാൻ കഴിയും. അതിനുശേഷം ഫിംഗർ പ്രിൻ്റ് എന്താണ് കൊടുക്കുക. അപ്പോൾ ഫിംഗർ പ്രിൻ്റ് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ അത് ട്രാൻസാക്ഷൻ സബ്മിറ്റഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ട്രാൻസാക്ഷൻ ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് നോക്കാം. സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ വരാനാണ് സാധ്യത. നേരത്തെ മീമിഫൈ ടോക്കൺ നമ്മൾ വിഡ്രോ ചെയ്തപ്പോൾ വന്നതുപോലെ തന്നെ വളരെ ഫാസ്റ്റായിട്ട്
ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ നോക്കുമ്പോൾ നമ്മുടെ SUI ടോക്കൺ ഇവിടെ വന്നിട്ടുണ്ട്, MFI ടോക്കൺ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി വന്നിട്ട് നമുക്ക് ഇതെന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, ഇത് എക്സ്ചേഞ്ചിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഈ കാണുന്ന MFI എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം സെൻഡ് എന്ന് പറയുന്ന ഇവിടെ വന്നിട്ട് നമുക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഞാനിത് എൻ്റെ ബിറ്റ്ഗിറ്റിൻ്റെ അഡ്രസ്സിലേക്കാണ്, എക്സ്ചേഞ്ചിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ബിറ്റ്ഗിറ്റ് എക്സ്ചേഞ്ചിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ആൾറെഡി കുറച്ച് ടോക്കൺസ് MFI വേറൊരു വാലറ്റിൽ നിന്ന് ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുക MFI എന്ന് പറഞ്ഞ് ഇവിടെ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ടോക്കൺ കോൺട്രാക്റ്റ് ഇവിടെ വരും. ഇതിപ്പോൾ ആൾറെഡി ഇത് വന്നിട്ടുണ്ട്. ഇതിവിടെ കോൺട്രാക്റ്റ് ഇതിവിടെ വരും. ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ വന്നിട്ട് റിസീവ് ചെയ്യേണ്ടതാണ്. ഇവിടെ റിസീവിങ് അല്ലെങ്കിൽ ചെയ്യേണ്ട ഈ ആഡ് ഫണ്ട് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡിപ്പോസിറ്റ് ക്രിപ്റ്റോ എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആൾറെഡി ഞാനിപ്പോൾ MFIയുടേത് ഞാൻ സെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഏറ്റവും മുകളിൽ MFI എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ വരും. ഇതുപോലെ വന്നതിന് ശേഷം ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, ഈ ടോക്കൺ കോൺട്രാക്റ്റ് അഡ്രസ്സ് കോപ്പി ചെയ്തെടുക്കുക. കോപ്പി ചെയ്തെടുത്തതിന് ശേഷം നേരെ നമ്മൾ പോകേണ്ടത് നമ്മുടെ ഏത് വാലറ്റിലേക്കാണോ എന്നാണോ കൊണ്ടുവരേണ്ടത് ഇവിടെ വരിക. വന്നതിന് ശേഷം ഈ കാണുന്ന സെൻഡ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. സെൻഡ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇത് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് മാക്സിമം കൊടുക്കുക. മാക്സിമം കൊടുത്തതിന് ശേഷം ഇതെന്ത് ചെയ്യുക, കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ കൺഫേം ആകും. പിന്നെ നമുക്ക് ബാക്കി ചെയ്യാനുള്ളതുണ്ട്. ഒന്ന് ഗൂഗിൾ അത്തറ്റിക്കേറ്റർ അതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഫിംഗർ പ്രിൻ്റ് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ തന്നെ ഇത് സെൻഡാകും. ഇതിൽ ഗൂഗിൾ അത്തറ്റിക്കേറ്റർ ഒന്നും ചെയ്യേണ്ട, വാലറ്റ് ട്രാൻസ്ഫറാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാനിത് സെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മടങ്ങി നമുക്ക് നോക്കാം. നമ്മുടെ മെയിൻ പേജിൽ ഇപ്പോൾ ഇത് കാണുന്നില്ല. അപ്പോൾ നമുക്ക് OKX എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ, OKX അല്ല ബിറ്റ്ഗിറ്റ് എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെയും വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഇത് വരാനാണ് സാധ്യത. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇത് റിസീവ് ആയിട്ടില്ല എന്നാണ് തോന്നുന്നത്. സ്പോട്ടിൽ നോക്കുകയാണെങ്കിൽ 1197 ആദ്യമുള്ള അത്രയും തന്നെയാണ് കാണുന്നത്. ഇത് പക്ഷേ ഫാസ്റ്റായിട്ട് ഇത് റിസീവ് ആകുന്ന ഒന്നാണ് ഇതിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ആദ്യം ഇത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്തതും ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ ട്രേഡിൻ്റെ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇത് വളരെ റേറ്റ് ഇപ്പോൾ കുറവാണ്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ആവറേജ് ഇതിൻ്റെ ചാർട്ടൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ 1 അവർ ചാർട്ടിൽ വളരെ ഇതിങ്ങനെ കാണുന്നുണ്ട്. ഇതൊരു 4 മണിക്കൂർ ചാർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് ഇവിടെ വന്നിട്ട് 0.022 വരെ പോയിട്ട്